കേരളത്തിൽ എസ് പി ആയി ASP ആയി DIG ആയിട്ടൊക്കെ പ്രവർത്തിച്ച വിജയ് സാഖറെ IPS എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ഇദ്ദേഹം പിന്നീട് ഡെപ്യൂട്ടേഷനിൽ NIA പോയി. ഇപ്പോൾ NIAയിൽ ADG ആണ്. ആ പദവിയിലിരിക്കുന്ന വിജയ് സാഖറെ 2 IG-മാർ, DIG, SP-മാരൊക്കെ അടങ്ങുന്ന NIAയുടെ ഒരു സംഘം കേരളത്തിലേക്ക് വരുന്നു. അതെന്തിനാണ്? സ്വാഭാവികമായും സംശയമുണ്ടാകാം. ഡൽഹിയിൽ നടന്ന പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് ചില കേരള കണക്ഷൻസ് ഉണ്ടെന്ന് NIAക്ക് ബോധ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് രാജ്യത്തിനെതിരായിട്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ, ഒറ്റിക്കൊടുക്കുന്നവരെയൊക്കെ കണ്ടെത്തി അവരെ തൂക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള വരവാണ് ഈ പറയുന്ന വിജയ് സാഖറയുടേത്. ഒരു കാലത്ത് പിണറായി വിജയൻ്റെ അടുത്തയാളെന്നാണ് ഈ വിജയ് സാഖറെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും മോദിയുടെ അടുത്താളായി മാറി. അങ്ങനെ വിജയ് സാഖറെ കേരളത്തിൽ ജോലി ചെയ്ത സമയത്തെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇവിടേക്ക് വരാനായിട്ട് പോകുന്നത്. അതായത് ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ ചില വേരുകൾ കേരളത്തിലേക്കും വന്നു പതിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് 7-8 ഡോക്ടർമാരടങ്ങിയ ഈ സംഘത്തിൽ ഡോക്ടർ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട്. ഇയാൾ ശരിക്കും ബംഗാൾ സ്വദേശിയാണ്, ഹരിയാന സ്വദേശിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതി പാസ്സായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടുന്നു. 5 വർഷക്കാലം ഇയാൾ അവിടെ പഠിക്കുന്നു. അവിടെയുള്ള നിരവധി ആൾക്കാരുമായിട്ട് ഇയാൾ ബന്ധം സ്ഥാപിക്കുന്നു. ഇത്തരം ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കമുള്ള സ്ലീപ്പർ സെൽസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഡോക്ടർ മുഹമ്മദ് ആരിഫ് എന്നാണ് മനസ്സിലാകുന്നത്. ഇയാളിപ്പോൾ പോലീസിൻ്റെ പിടിയിലായെന്നും അതല്ല ഒളിവിലാണെന്നുമുള്ള 2 വേർഷൻസ് ഉണ്ട്. വാസ്തവം എന്താണെന്ന് നമ്മുടെ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇയാൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചാണ്. അത് ആ പള്ളിയിലെ ഇർഫാൻ ഇമാം എന്ന് പറയുന്ന ഒരു ഇമാമാണ് ഈ ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. ഇതിൽ 112ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തി ഈ മുഹമ്മദ് ആരിഫാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് ഇവർക്ക് കടന്നു വരണം. ലോകത്തെവിടെ എന്ത് തീവ്രവാദ ഭീകരവാദ നിലപാടുണ്ടെങ്കിലും അതിൻ്റെ ഒരു വള്ളി വന്നത് വീഴുന്നത് കേരളത്തിലേക്കാണ്. ഇപ്പം നമുക്കറിയാം, പണ്ട് ഇവിടെ നിന്ന് സിറിയയിൽ ആട് മേയ്ക്കാനായിട്ട് കുറേ പേര് പോകുന്നു, തീവ്രവാദത്തിലേക്ക് ആകർഷിതരായിട്ട്. അന്ന് പോയതിൽ കുറേ പേര് എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ്. അതിൽ പലരും കേരളത്തിൽ നിന്നായിരുന്നു. എന്തിന്? പഹൽഗാം ആക്രമണം നടക്കുന്നു. ആ സമയത്ത് ഇവിടെ വന്ന ഒരു ജ്യോതി മൽഹോത്ര ഉണ്ട്. ജ്യോതി മൽഹോത്ര അതിനു മുമ്പ് എന്തിനിവിടെ വരുന്നു? ഏഴിമല നാവിക അക്കാദമി, കൊച്ചിയിലെ നേവൽ ഷിപ്പ്യാർഡ്, ഈ ഭാഗങ്ങളിലൊക്കെ വരികയും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അത് അവിടേക്ക് കൊടുക്കുന്നു. ഇതേ പഹൽഗാം ആക്രമണം നടന്ന 2 ദിവസങ്ങൾക്ക് ശേഷം കാസർഗോഡുകാരനായ ഒരു യുവാവ് ഈ ആക്രമണം നടന്നതിന് സമീപത്തെ കാട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. ഇയാൾ എങ്ങനെ അവിടെ എത്തി? ബംഗളൂരുവിൽ ജോലിക്ക് പോയി എന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ദുരൂഹത ഉളവാക്കുന്നതാണ്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഒന്നും മുന്നോട്ട് പോയില്ല. ഇനി കുറച്ചുകൂടെ പിന്നോട്ട് പോകാം. അതായത് മുംബൈ ആക്രമണം നടക്കുന്ന സമയത്ത് തഹാവൂർ റാണ, അതായത് ആക്രമണത്തിന് കുറച്ച് ദിവസം മുമ്പ് ഈ തഹാവൂർ റാണ കൊച്ചിയിൽ വന്നു. ഇവിടുത്തെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിരുന്നു. അവിടെ ഇയാളെ കാണാൻ ഒരു ജഡ്ജി, ഒരു സിനിമാ നടി എന്ന് പറയുന്ന സെലിബ്രിറ്റിയൊക്കെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ആക്രമണത്തിന് മുമ്പ് പദ്ധതി ഇടുമ്പോഴൊക്കെ തന്നെ കേരളത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് വിജയ് സാഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുന്നതിനുള്ള മറ്റൊരു കാരണം. മാത്രമല്ല, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെയൊക്കെ തന്നെ ഒരു ദിവസം മുഴുവനായിട്ട് വന്ന് ദേശീയ തലത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം പൊക്കിക്കൊണ്ടുപോയി. പക്ഷേ അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരുണ്ട്, അല്ലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിലപാടുള്ളവരുണ്ട്. എന്തെന്ന് വെച്ചാൽ 2047 ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം. ഇതുദ്ദേശിച്ച് അവർ പ്രവർത്തനമൊക്കെ തുടങ്ങി. കഷ്ടകാലത്തിന് 2013 കഴിഞ്ഞതോടുകൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരിന് ഭരണം നഷ്ടപ്പെടുന്നു. പിന്നീട് വരുന്നത് BJP നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ്. ഈ സർക്കാർ 5 വർഷം കഴിഞ്ഞ് മാറുമെന്ന് വിചാരിച്ച് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ 5 വർഷം കഴിഞ്ഞ് തുടർ ഭരണം ലഭിക്കുന്നു. വീണ്ടും 5 വർഷം കഴിയുമ്പോൾ 3ാമതും ഭരണം ലഭിക്കുന്നു. അതോടുകൂടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ട ഏതാണ്ട് അവസാനിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നടത്തിയ ചില പ്രകടനങ്ങളിൽ ദേശവിരുദ്ധമായ മുദ്രാവാക്യം വിളിക്കുകയും ഇതര സമുദായത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ രാജ്യത്തിന് ദോഷകരമാണ് ഈ സംഘടനയെന്ന് മനസ്സിലാക്കി ഇതിനെ അങ്ങ് നിരോധിക്കുകയാണ് ചെയ്യുന്നത്.
പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ ഈ SDPI എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറുന്നു. ഇപ്പോൾ SDPI ആണ് കേരളത്തിലെ പല കാര്യങ്ങളിലും അജണ്ട നിശ്ചയിക്കുന്നത്. നമുക്കറിയാം, കൊച്ചിയിൽ തന്നെ ഈ തല മറച്ചുകൊണ്ട് ഒരു കുട്ടി സ്കൂളിൽ വന്നു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയതറിയാം. അതിനു മുമ്പ് ഈ എറണാകുളം ജില്ലയിൽ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടെന്ന് പറയപ്പെടുന്നു. കൊട്ടാരക്കരയിൽ ഒരു പ്രശ്നമുണ്ടായി, അതും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ SDPI ആണ്. കൂട്ടത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർക്ക് കേരളത്തിലൊരു മുഖംമൂടി ഉണ്ടെങ്കിലും ആത്യന്തികമായി അവരുടെ ലക്ഷ്യം ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ലഷ്കർ-ഇ തൊയ്ബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് രഹസ്യമായി സഹായങ്ങൾ നൽകുന്ന സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ട്. ഇത് തപ്പിയാണ് വിജയ് സാഖറേയും സംഘവും വരുന്നത്. മുമ്പ് ഇവിടെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരുന്നു, കേരളം ഒരു ഭീകരവാദികളുടെ ഒരു ഹബ്ബാണ്, ഇവിടെ നിരവധി സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ അവരെ ഒന്നും ചെയ്യുന്നില്ല. ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന DGP നിശബ്ദനായി. ഇയാൾക്ക് പിന്നീട് മെട്രോ സർവീസുകളുടെയൊക്കെ ചുമതലയും അതിൻ്റെ MD ഒക്കെ ആക്കി മാറ്റി. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തന പരിചയമുള്ളത് കൊണ്ടാണ് വിജയ് സാഖറെ വീണ്ടും കളത്തിലേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് ആരിഫിന് കേരളവുമായിട്ടുള്ള ബന്ധമെന്ത്? ഉമർ നബി എന്ന് പറയുന്ന ഭീകരവാദി, അതായത് ഇയാളാണ് ഈ ബോംബ് വരെ നിർമ്മിച്ചതെന്ന് പറഞ്ഞു. ഇയാൾക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കൂടാതെ 32 കാറുകൾ വാങ്ങിക്കൊണ്ട് ഡിസംബർ 6 വലിയൊരു കലാപം നടത്താനാണ് ഇവർ പദ്ധതിയിട്ടത്. ആ കലാപത്തിൻ്റെ ലക്ഷ്യവുമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു നൂല് കേരളത്തിലും എത്തിപ്പെട്ടു അല്ലെങ്കിൽ എത്തുന്നുണ്ട് എന്നാണ് വിവരം പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തേക്ക് വിടുന്നില്ല. മാത്രമല്ല, ഇടത് വലത് സർക്കാരുകൾ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനമില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും വിജയ് സാഖറയുടെ നേതൃത്വത്തിലുള്ള NI സംഘം ഇങ്ങോട്ടേക്ക് അന്വേഷണത്തിന് വരുന്നു. എന്താണ് അർത്ഥം? ഇവിടെ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളുണ്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും നമ്മുടെ ഈ എന്തായാലും ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നു. കാരണം അൽഫല യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകളിൽ പലപ്പോഴും താലിബാനിസം നടപ്പാക്കാനായിട്ട് ഡോക്ടർ ഉമർ നബി തീരുമാനിച്ചിരുന്നു എന്നാണ്. കാരണം അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ബെഞ്ചിലിരിക്കാൻ പാടില്ല, ഒന്നിച്ചിടപഴകാൻ പാടില്ല, പല നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നു. ഇയാൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനൊപ്പം പ്രസംഗിക്കുമ്പോൾ താലിബാൻ ഭരണകൂടത്തെ പ്രശംസിച്ച് അതിൻ്റെ ഗുണമേന്മകളൊക്കെ വിവരിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ മനസ്സിലായതോടുകൂടി 8 ഫാക്കൽറ്റികളാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചത്. നിരവധി വിദ്യാർത്ഥികൾ മടങ്ങി നാടുകളിലേക്ക് പോവുകയാണ്. കാരണം ഏതാണ്ട് 40% വിദ്യാർത്ഥികൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റിയും ഒരു ബോംബ് നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് NIA ആദ്യം അവിടേക്ക് അന്വേഷണത്തിനെത്തുന്നു. തുടർന്ന് ഹരിയാന, UP, ഗുജറാത്ത്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് അടുത്ത ബന്ധം വന്നു ചേരുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ നിരവധി കശ്മീരികൾ പഠനത്തിനായി എത്തുന്നുണ്ട്, വ്യാപാരത്തിനായി എത്തുന്നുണ്ട്. എന്തിന്? നമ്മുടെ കൊച്ചി അടക്കം മൂന്നാർ അടക്കമുള്ള പല വ്യാപാര കേന്ദ്രങ്ങളിലും കശ്മീരി യുവാക്കളുണ്ട്. ഇവർ എന്തിനാണ് ഇവിടെ വന്നത്? ഇവരുടെ വരവിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയണം. അതുകൊണ്ടാണ് NIA പറയുന്നത്, നേരത്തെ കേരള പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് ഇവിടെ ചില സ്ലീപ്പർ സെൽസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഒരാവശ്യം വരുമ്പോൾ ജെയ്ഷെ മുഹമ്മദായും ലഷ്കർ-ഇ തൊയ്ബയായും IS ആയിട്ടുമൊക്കെ രൂപാന്തരപ്പെടാം. അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും പൊക്കിയെടുത്തിട്ട് പോകണം. ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPI ഒപ്പം ജമാഅത്ത് ഇസ്ലാമി ഇവർ രണ്ടും ഇപ്പോൾ UDFൻ്റെ ചിറകിലേറി ചില ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ മുനകൾ ഇങ്ങ് കൊച്ചു കേരളത്തിലേക്കും എത്തുന്നു. അപ്പോൾ വിജയ് സാഖറെ ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്നതിനെ അത്ര നിസ്സാരമായിട്ട് നമ്മൾ കാണണ്ട. വളരെ ഗൗരവമുണ്ട്. ഇപ്പോൾ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട്, മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ അന്വേഷണത്തിൻ്റെ ഒരു മുന എത്തിച്ചേർന്നത് കേരളത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി സ്ഫോടനത്തിനും ചില കേരള കണക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. 5 വർഷക്കാലം ഇവിടെ പഠിച്ച അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് നിരവധി ബന്ധങ്ങൾ ഉണ്ടാകാമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് കണ്ടെത്താനാണ് NIAയുടെ വരവ്.